പാവിത്രത്തിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അമ്മണി മുത്തശ്ശിയും വേദയും രാധയും കൂടി വരുന്നുണ്ട്. മുത്തശ്ശി വേഗം തന്നെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിക്രം, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? പിന്നെ ഇന്നലെ മുതൽ നിനക്ക് കാണാത്തത് കൊണ്ട് വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുക. ഈ വേദ നിന്നെ എത്ര തവണ വിളിച്ചു? നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അത് മുത്തശ്ശി, എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു, എനിക്കിപ്പോഴാണ് കിട്ടിയത്. ഓ അത് ശരി, ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ വിക്രം, നീ ചടങ്ങിന് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ നിന്നെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി ഇവിടെ പലരും ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് രാധയെ നോക്കുകയാണ്. ഇതേസമയം വിക്രമൻ രാധയെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. വിക്രമിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച കാര്യമാണിത്. നിനക്കറിയാലോ വിക്രം, ഈ അമ്മണി മുത്തശ്ശി എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. നാളത്തെ ചടങ്ങ് നിൻ്റെ വീട്ടുകാരും എൻ്റെ ഈ കുട്ടിയുടെ വീട്ടുകാരും കൂടി തീരുമാനിച്ച കാര്യമാണ്. അത് നടന്നിരിക്കും വിക്രം. എൻ്റെ അമ്മയുണ്ടല്ലോ, കുറച്ച് ആളുകളെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. അവരെ ഇവിടെ മുന്നിൽ നിൻ്റെ അമ്മയും എൻ്റെ മോനും മാനം കെട്ട് നിൽക്കുന്നത് കാണാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ ചടങ്ങ് നടക്കും. പിന്നെ നീ വേഗം ഇങ്ങോട്ടേക്ക് വാ. എന്തായാലും ഞാൻ ഡിസ്ചാർജ് എല്ലാം എഴുതി വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേഗം പോവാം എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ മുത്തശ്ശി നടന്നോളൂ, പുറത്തേക്ക് ഇറങ്ങിക്കോളൂ, ഞാൻ പിറകെ വന്നോളാം. അപ്പോൾ അതെന്താടാ അങ്ങനെ? ഞാൻ വരാം മുത്തശ്ശി, മുത്തശ്ശി നടന്നോ? എങ്കിൽ വേദേ നീ ഇവനെയും കൂട്ടി അങ്ങോട്ടേക്ക് വാ, ഞാൻ അങ്ങനെ അങ്ങ് പുറത്തേക്ക് നിൽക്കാമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങുകയാണ്. മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വിക്രം വേദയോടായി പറയുന്നുണ്ട്, എടി നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. നീ മുത്തശ്ശിയും കൂട്ടിപ്പിടിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം കേട്ടോ. നാളെ ഈ ചടങ്ങ് നടക്കുമെന്ന് നിൻ്റെ മനസ്സിൽ വല്ല വിചാരമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്ക്. നാളത്തെ ചടങ്ങ് നടക്കില്ല. ഇത് കേൾക്കുന്ന രാധയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അവൾ ഹാപ്പിയായി വിക്രമിനെ നോക്കിക്കൊണ്ടിങ്ങനെ ചിരിച്ച് നിൽക്കുവാണ്. അതെന്താ വിക്രം നീ അങ്ങനെ പറഞ്ഞത്? ഇത് ഞാൻ കാട്ടിക്കൂട്ടുന്നതാണെന്നാണോ നീ വിചാരിച്ചത്? ഇതേ നമ്മുടെ വീട്ടുകാർ, അതായത് എൻ്റെ വീട്ടുകാരും നിൻ്റെ വീട്ടുകാരും തമ്മിൽ തീരുമാനിച്ചിട്ടുള്ള കാര്യം അത് നടന്നിരിക്കും. പിന്നെ അന്ന് ഈ താലിൻ്റെ കഴുത്തിൽ കയറിയത് എൻ്റെ ഇഷ്ടമില്ലാതെ കൂടിയാണ്. പക്ഷേ ഇനി നടക്കാൻ പോകുന്നത് ഈ താലി ഒന്നുകൂടി ഒരു മാലയിൽ കോർത്ത് നാളെ നീ എൻ്റെ കഴുത്തൻ കെട്ടുന്ന ചടങ്ങല്ലേ, അത് നമുക്ക് ഗംഭീരമായിട്ട് അങ്ങ് നടത്താം, സന്തോഷത്തോടു കൂടി തന്നെ എന്ന് പറയാട്ടോ. അപ്പോൾ വിക്രം ദേഷ്യത്തിൽ പറയുന്നുണ്ട്, എന്ത് ഗംഭീരമായി സന്തോഷത്തിൽ, അതും ഞാൻ നിൻ്റെ കഴുത്തിൽ കെട്ടുമെന്നോ? അങ്ങനെ ഒരു വിചാരം നിനക്ക് വേണ്ടാട്ടോ, അത് നടക്കില്ല എന്ന് തന്നെ പറയാണ്. വിക്രം ഇങ്ങനെ വാശി പിടിക്കുന്നത്? നടക്കാൻ പോകുന്ന കാര്യം ഇങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ വേഗം ഇങ്ങ് വരാൻ നോക്ക്. മുത്തശ്ശിയുടെ സ്വഭാവം നിനക്ക് അറിയാലോ. പിന്നീട് വേദ രാധയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അതെ നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നോ. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നൊക്കെ ആലോചിച്ച് സന്തോഷിച്ച് നിന്നോ നീ പറഞ്ഞുകൊണ്ട് വിക്രമും വേദയും കൂടി അവിടെ നിന്ന് പോവുകയാണ്. കമലാമ്മ ഉമ്മറത്ത് പുറത്തേക്കും നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ കമലേ നീ ഇങ്ങനെ പുറത്തേക്കും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അത് നമ്മുടെ വിക്രം വരുന്നുണ്ടോയെന്ന് നോക്കി നിൽക്കുകയാണ്. വിക്രമിനെ കൂട്ടാൻ വേണ്ടി മുത്തശ്ശിയും വേദയും കൂടി പോയിട്ടുണ്ട്. അതെന്താ നിൻ്റെ മകനെ താലപ്പൊലി എടുത്ത് സ്വീകരിക്കാൻ പോയി മാത്രമേ ഇവൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ് മാഷ്. അല്ല മാഷേ, അവൻ ഇന്നലെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഓ അത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. നിൻ്റെ മകൻ വല്ല തല്ലിനോ കുത്തിനോ വെട്ടാനോ ഒക്കെ പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും വരാതിരുന്നത്. ഇത് വലിയ സംഭവമൊന്നും അല്ലല്ലോ എന്ന് മാഷ് പറയുകയാണ്. അല്ല മാഷേ, ഇത് അങ്ങനെയൊന്നും അല്ല. ഇന്നലെ എത്ര തവണ അവനെ വിളിച്ചു എന്നറിയോ? പക്ഷേ അവന് ഫോൺ എടുക്കുന്നില്ല. അവന് എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, എന്താ കമലേ നീ വിചാരിച്ചിരിക്കുന്നത് അവൻ്റെ സ്വഭാവത്തെപ്പറ്റി? അവൻ ഇന്നലെയും ഇന്നും ഒന്നും അല്ലല്ലോ വീട്ടിലേക്ക് വരാതിരിക്കുന്നത്. അവനെ വല്ല തല്ലുകൊള്ളിത്തരത്തിന് പോയിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് വരാത്തത് എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മയ്ക്കറിയാവോ, ഈ വിക്രമും വേദയും കൂടി സ്നേഹത്തിലൊന്നുമല്ല, അവർ അഭിനയിക്കുക അമ്മേ, ഭാര്യയും ഭർത്താവും പോലെ നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടേ. ആ വിക്രമിനെ അവൾ തീരെ ഇഷ്ടമല്ല എന്ന് നന്ദിനി പറയാട്ടോ. നീ നന്ദിനി വെറുതെ ഇല്ലാത്തതൊന്നും പറയണ്ട കേട്ടോ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ കുട്ടി അവനെയും സ്നേഹിക്കുന്നുണ്ട്, അവൻ കുട്ടിയെയും സ്നേഹിക്കുന്നുണ്ട്. നീ ഇല്ലാത്തതൊന്നും പറയാൻ നിൽക്കണ്ട. അവർ ശരിക്കും ഭാര്യയും ഭർത്താവും തന്നെയാണ്. എനിക്ക് മാഷ് പറയുന്നുണ്ട്, എന്തിനാ കമലെ ഇങ്ങനെ ഇല്ലാത്ത കാര്യം ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത്? ഈ നന്ദിനി പറയുന്നത് ശരി തന്നെയാണ്. അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും ഒന്നുമില്ല. അവരുടെ പെരുമാറ്റം കണ്ടാൽ അറിയില്ലേ, ആ മാതിരിയുള്ള ഒരു ഇതൊന്നും അവർക്കില്ല. അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും ഇല്ല. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് മാഷും പറയുകയാണ്. അപ്പോഴേക്കും ആ ഉമ്മർത്ത് വണ്ടി വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്നും മുത്തശ്ശിയും വേദിയും വിക്രമൊക്കെ ഇറങ്ങുന്നുണ്ട്.
മുത്തശ്ശി വിക്രമിനോട് പറയുന്നുണ്ട്, അതെ വിക്രം, നീ വേദയുടെ കൈയും പിടിച്ച് അങ്ങ് അകത്തേക്ക് കയറിക്കോ, ഇതൊരു പുതിയ തുടക്കമായിക്കോട്ടെ എന്ന് പറയാണ്. വേദ വേഗം തന്നെ വിക്രമിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് പറയാണ്, അതെ അമ്മിണി മുത്തശ്ശിയെ നിനക്കറിയാലോ വിക്രം, നീ എൻ്റെ കയ്യിൽ അങ്ങ് പിടിച്ചോ, എന്നിട്ട് അകത്തേക്ക് കയറിക്കോ എന്ന് പറയാണ്. വിക്രമാണെങ്കിൽ അന്തം വിട്ട് പോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ, കയ്യിൽ പിടിക്കുന്നില്ല. അത് കാണുന്ന വേദ വിക്രമിൻ്റെ കൈയിനിടയിലൂടെ തൻ്റെ കൈയിട്ടങ്ങ് മുറുക്കെ പിടിച്ച് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അമ്മ ഓടി വരുന്നുണ്ട്. അതെ വിക്രം, നീ എവിടെയായിരുന്നു? എടാ നിനക്ക് എന്താ പറ്റി? നിൻ്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, അതെ അവനക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അതുകൊണ്ടാണ് അവൻ ഇന്നലെ ഇങ്ങോട്ട് വരാതിരുന്നത്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. കേട്ട് നന്ദിനി അന്തം വിട്ടി, ആക്സിഡൻറ്റോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, അതൊക്കെ വെറുതെ പറയായിരിക്കും, ഇവനെ അടിയുണ്ടാക്കാൻ പോയിട്ട് വരുന്ന വരവായിരിക്കും. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവന് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ ഈ കൂട്ടിക്കൊണ്ട് നീ ഒന്ന് വിശ്വസിക്ക്. എടി മോളെ, നീ ഇവനെയും കൊണ്ട് അകത്തേക്ക് പോ എന്ന് പറഞ്ഞ് വേദയും കൂട്ടിക്കൊണ്ട് വേദ വിക്രമിനെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് റൂമിലേക്ക് ചെന്നതും വിക്രം വേദയെ അങ്ങ് തള്ളി മാറ്റും കേട്ടോ. വേദ പറയുന്നുണ്ട്, നീ എന്തിനാ വിക്രം എന്നെ ഇങ്ങനെ തള്ളി മാറ്റുന്നത്? നിനക്കിഷ്ടമല്ലെങ്കിൽ എന്നോട് വിടാൻ പറഞ്ഞാൽ പോരെ എന്ന് പറയാണ്. നീ എന്തിനാ അതിന് എന്നെ ഇങ്ങനെ അട്ടയെ പോലെ പറ്റി പിടിച്ചിരിക്കുന്ന എൻ്റെ ദേഹത്ത്, നിനക്കങ്ങ് മാറിക്കൂടി എന്ന് പറയാണ് വിക്രം. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ വിക്രു, ഞാനേ അട്ട തന്നെയാണ്, നിന്നെ പറ്റി പിടിച്ചിരിക്കാൻ പോകുന്ന അട്ട. നാളെ മുതലേ അതൊന്നുകൂടി കൂട്ടി ഉറപ്പിക്കും ഞാൻ, വിട്ടു പോകത്തേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുന്ന വിക്രം, അല്ലെങ്കിലും നീ എൻ്റെ ചോര ഊറ്റി കുടിക്കാൻ വന്ന യക്ഷിയല്ലേ, നീ ഒന്ന് പൊടി എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതേ വിക്രു, ഞാൻ നിൻ്റെ ചോര ഊറ്റി കുടിക്കാൻ വന്ന വടയക്ഷിയാ. എങ്കിൽ ശരി വിക്രു, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് വേദ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. വിനായകൻ റൂമിലിരുന്ന് നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ നിങ്ങളിവിടെ നഖം വെട്ടിക്കൊണ്ടിരുന്നോ? നിങ്ങൾക്കറിയോ നിങ്ങളുടെ അനിയനവിടെ വന്നിട്ടുണ്ട്, വിക്രമൻ. ആണോ? നീയല്ലേ പറഞ്ഞത് നന്ദിനി അവൻ വരത്തില്ല, ഈ വിവാഹത്തിന് അവനക്ക് സമ്മതമല്ലാത്തതുകൊണ്ട് അവൻ മുങ്ങിയിരിക്കുകയാണ് എന്നൊക്കെയല്ലേ ആയിരുന്നു നിൻ്റെ ചിന്തകൾ. ഇപ്പം ഇതെല്ലാം തകർന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവനെ തൽക്കാലം എങ്ങോട്ടെങ്കിലുമൊക്കെ പോയതായിരിക്കും, അവൻ തിരിച്ചു വരുമെന്ന്. അപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ എന്ന് വിനയം ചോദിക്കുന്നുണ്ട്. നന്ദിനിയാണെങ്കിൽ ദേഷ്യം വന്ന് കലി തുള്ളി നിൽക്കുവാണ്. അതെ, ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചിരുന്നത്. പക്ഷേ അവൻ ഇന്നലെ എന്തോ അപകടം പറ്റിയിട്ട് അത്ര വരാണ്ടിരുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിനയം പറയുന്നുണ്ട്, എന്തായാലും അവൻ വന്നത് നന്നായി. നാളെ ഈ ചടങ്ങ് നടക്കുമല്ലോ, വരുന്നവരുടെ മുന്നിൽ നമ്മൾ നാണം കെടുത്തില്ലല്ലോ, എന്തായാലും ഇനി അതെങ്കിലും നടക്കട്ടെ എന്ന് പറയാണ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഞാൻ എത്ര ആഗ്രഹിച്ചു എന്നറിയോ അവനും അവളും തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി. എത്ര സന്തോഷിച്ചത് ഞാൻ. പക്ഷേ അവൻ വന്നപ്പോൾ എൻ്റെ ആ വിശ്വാസമൊക്കെ പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മളെന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അച്ചമ്മ കയറി വരുന്നത്. എന്താടാ വിനയ, നീ ഇവിടെ ഒളിച്ചിരിക്കുകയാണോ? നാളെ നടക്കാൻ പോകുന്നത് നിൻ്റെ അനിയൻ്റെ കല്യാണമാണല്ലേടാ, ഇവിടെ ഒരുക്കങ്ങളൊക്കെ നിനക്ക് നടത്തേണ്ട ചുമതല നിനക്കല്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ വിനയം പറയുന്നുണ്ട്, അതെ അമ്മേ, ഞാൻ നഖം വെട്ടായിരുന്നു, അങ്ങോട്ടേക്ക് വരിക തന്നെയാണെന്ന് അച്ചമ്മയെന്നും ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളിവിടെ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. അതെന്താ അച്ചമ്മേ? അപ്പം ഞങ്ങൾ സംസാരിച്ചതെല്ലാം അച്ചമ്മ ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നോ? ഞാൻ ഒളിഞ്ഞു നിൽക്കുന്ന കേൾക്കുമൊന്നും ആയിരുന്നില്ല. നല്ലതാണെന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് കേൾക്കാത്ത മട്ടിൽ പോയേനെ. പക്ഷേ നീ ഈ വീട്ടിലുള്ള ഒരാളുടെ കുറ്റമല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് ചോദിക്കാമെന്ന് വിചാരിച്ചത്. നിൻ്റെ സ്വഭാവം അറിയാമല്ലോ. എന്തായാലും ഈ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. നാളെ അവരുടെ വിവാഹം നടക്കും നന്ദിനി. നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്ടേ അങ്ങ് കിച്ചണിലേക്ക് ചെല്ലേ. നാളെ ഇവിടെ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാവുന്നതല്ലേ. അവിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ളതൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ കമല അവിടെ കഷ്ടപ്പെടുക. നീ അങ്ങോട്ടേക്ക് ചെല്ല്. എടാ വിനയ, നീയും അങ്ങോട്ടേക്ക് വാ. ഞാനൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർ വരുമ്പോൾ അവർക്കുള്ള സഹായങ്ങളെല്ലാം നീ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്നും പോകുന്നുണ്ട്. വേഗം തന്നെ ഒരു തുണിയെടുത്തുകൊണ്ട് ചെന്ന് എല്ലാവരുടെയും തൂണും ജനലും എല്ലാം ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അനിയൻ കുട്ടനും സ്റ്റീഫനും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എന്താ വിനയേട്ടാ, നല്ല പണിയിലാണല്ലോ. എന്തായാലും നമ്മുടെ വിക്രമൻ ചേട്ടൻ്റെ രണ്ടാം ഘട്ടമാണല്ലോ, ഉഷാറായിക്കോട്ടെ എന്ന് പറയുകയാണ്. അതെ അതെ, നീ അങ്ങോട്ട് അകത്തേക്ക് ചെല്ലി, അവൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് വിനയനും പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താടാ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതെ ഞാൻ വിക്രമൻ ചേട്ടൻ്റെ
കൂട്ടുകാരാ മുത്തശ്ശി എന്ന് പറയാണ്. ആ ഏത് കൂട്ടുകാരായാലും നീ ഇപ്പം എന്താ പറഞ്ഞത്? കൂട്ടുകാരനെ പറ്റി പറയാനുള്ള പറ്റുന്ന വാക്കാണോ നീ പറഞ്ഞത്? അതെ, എൻ്റെ മോനെ കിട്ടുന്നതേ രണ്ടാം കെട്ടൊന്നുമല്ല, ആദ്യം അവളെ തന്നെയല്ലേ കെട്ടിയത്, ശരിക്കുള്ള കെട്ടാണിത് എന്ന് പറയാണ്. അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നത്, അതെ മുത്തശ്ശി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഓ ഇങ്ങനെയൊക്കെയാണോ അവിടെ തമാശ പറയുന്നത്? എന്തായാലും വൈകിട്ട് നിൻ്റെ കൂടെ ഒരുത്തനും കൂടെ ഉണ്ടല്ലോ, അവനെ വിളിച്ചുകൊണ്ട് വൈകിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്ക്. ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് നാളെ. അപ്പോൾ അതിൽ പങ്കെടുക്കണം. പിന്നെ വൈകിട്ട് വരാൻ പറഞ്ഞത് ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരിങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയണം. ഓ ശരി മുത്തശ്ശി ഞങ്ങൾ വന്നോളാം എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വേഗം തന്നെ വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ വിക്രം ഇങ്ങനെ ഉറങ്ങുകയാണ്. ഇത് കണ്ട് അനിയൻകുട്ടൻ പറയുന്നുണ്ട്, ഓ ഇങ്ങനെ കിടക്കുന്നത് കണ്ടാൽ ഇവൻ എത്ര പാവമാണ്, ഇങ്ങനെ കുറച്ച് കുരുത്തക്കേടുകളൊക്കെ ഉള്ള മനുഷ്യനാണെന്ന് ആരെങ്കിലും പറയുമോ എടാ സ്റ്റീഫ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അടുത്ത് ചെന്ന് വിളിക്കുന്നുണ്ട്. എടാ വിക്രമ എന്ന് വിക്രമ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഓ നിങ്ങളെപ്പോൾ വന്നു എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അതെ നിൻ്റെ വണ്ടി കൊണ്ട് വന്നതാണ് ഞങ്ങൾ. ഓ ആണോ, വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. പിന്നെ നിനക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. അല്ല ഈ ആക്സിഡൻറ്റ് ഉണ്ടായതാണോ അതോ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? ഏയ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇല്ല ഇത് ഒരു ആക്സിഡൻ്റാണ്, ആരും ഉണ്ടാക്കിയതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലേ വന്നവർ പോകത്തുള്ളൂ. അതും ശരിയാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് അയച്ചതേ നമ്മുടെ ശ്രീനിവാസൻ സാറാണ്. സാറ് പറഞ്ഞു ഇതെല്ലാം അന്വേഷിച്ചിട്ട് ചെല്ലാൻ, ആരെങ്കിലും അപകടത്തിൽ പെടുത്തിയതാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിരിക്കും എന്നും പറയുന്നുണ്ട്. ഇതൊരു അപകടമാണെന്ന് വിക്രമം പറയുകയാണ്. അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, അത് ശ്രീനിവാസൻ സാറ് നിന്നെ കയ്യോടെ അങ്ങോട്ട് കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ്. ആയിക്കോട്ടെ ഞാൻ വന്നോളാം, നിങ്ങൾ നടന്നോ. ശരി ഞാൻ ഇപ്പം തന്നെ വരണേ എന്നും പറയുന്നുണ്ട് അനിയൻകുട്ടൻ. ആടാ ഞാൻ വന്നേക്കാം, നിങ്ങൾ പോക്കോ എന്ന് പറയുകയാണ്. പോവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വേദ അവരെ കണ്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എടാ അനിയൻകുട്ട വൈകിട്ടേ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നേക്കിട്ടോ, നാളെ ഇവിടെ ഉണ്ടാവുന്ന ചടങ്ങിൽ നിങ്ങൾ പങ്കെടുക്കണം. അമ്മ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിവിടെ ഹെൽപ്പിനൊക്കെ വേണമെന്ന്. അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, മുത്തശ്ശി ഞങ്ങളോട് സംസാരിച്ചിരുന്നു, ഞങ്ങൾ എന്തായാലും വേദ വൈകിട്ട് വന്നേക്കാം എന്ന് പറയുകയാണ്. പിന്നീട് വേദ ചോദിക്കുന്നുണ്ട്, അതെ ഈ വിക്രമിന് ആക്സിഡൻറ്റ് ഉണ്ടായതാണോ അതോ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന അനിയൻകുട്ടനും സ്റ്റീഫനും കൂടി പരസ്പരം നോക്കുന്നുണ്ട്. അതെന്താ ചേച്ചിക്ക് സംശയമുണ്ടോ? അല്ല ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ല ഞങ്ങളും ചോദിച്ചു വിക്രമൻ ചേട്ടൻ്റെ അടുത്ത്, പക്ഷേ ചേട്ടനും പറഞ്ഞത് ഇതൊരു ആക്സിഡൻ്റ് ആണെന്നാണ്. എന്നാൽ ശരി ഞങ്ങൾ പൊക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അവർ.